നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിവള്ളൂർ സമരത്തിന്റെ 70ാം വാർഷികാഘോഷത്തിന് ഉജ്ജ്വല തുടക്കം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നോട്ടു നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിനം. തിരക്കിൽ വീർപ്പുമുട്ടി ട്രഷറിയും ബാങ്കുകളും. ദുരിതമൊഴിയാതെ ജനങ്ങൾ. ചെറുവത്തൂർ BSNL ഓഫീസ് സാമൂഹ്യവിരുദ്ധർ അഗ്നിക്കിരയാക്കി. 70 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക നിഗമനം. സൂര്യ നാടകോത്സവത്തിന് കണ്ണപുരത്ത് തുടക്കമായി. കരിവള്ളൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം, കളിയാട്ടമേൽപ്പിക്കൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. വാർത്തകൾ വിശദമായി. കരിവള്ളൂർ സമരത്തിന്റെ 70ാം വാർഷികാഘോഷങ്ങൾക്ക് ഉജ്ജ്വല തുടക്കം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആയുധം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ചിന്തിക്കുന്നവർ വിഡ്ഢികളാണെന്ന് കോടിയേരി. കുണിയൻ സമരഭൂമിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സമ്മേളന നഗരിയിലാണ് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വൈകിട്ട് 5 മണിക്ക് കുണിയൻ സമരഭൂമിയിലെത്തിയ കോടിയേരിയെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി സ്വീകരിച്ചു. തുടർന്ന് സംഘാടക സമിതി ചെയർമാൻ EP കരുണാകരൻ പതാക ഉയർത്തി. കോടിയേരി രക്തസാക്ഷി സ്മാരക സ്തൂപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് കരിവള്ളൂർ മുരളിയുടെ ചോന്നമണ്ണിന്റെ പാട്ട് എന്ന കവിത ജയദേവൻ ചൊല്ലിക്കൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. അടിമരാജ്യത്തിന്റെ മോചനത്തിനായി പടവെട്ടിച്ചത്ത കരുത്തന്മാർ പാടി കരുമാടി കുട്ടന്മാരേറ്റുപാടും പാട്ട്. K. നാരായണൻ സ്വാഗതം പറഞ്ഞു. EP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. കരിവള്ളൂരിന്റെ സമരചരിത്രം, അയൽനാടുകളിൽ നടന്ന കർഷക പോരാട്ടങ്ങളുടെയും ലോകത്തെമ്പാടും നടന്ന കർഷക പോരാട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിവരിച്ചുകൊണ്ടായിരുന്നു കോടിയേരി തന്റെ പ്രസംഗം ആരംഭിച്ചത്. കൊളോണിയൽ വാഴ്ചക്കുമെതിരെ ഉയർത്തിയ ജനകീയ പ്രതിരോധമാണ് കരിവള്ളൂരിനെ രക്തതാരകമാക്കിയത്. 20ാം നൂറ്റാണ്ടിലെ ക്രമപ്രവൃദ്ധമായ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സമഞ്ജസമായി സമ്മേളിച്ചപ്പോഴാണ് ചരിത്രത്തിൻ്റെ ചാലകശക്തിയായി മാറിയ കരിവള്ളൂർ സമരം യാഥാർത്ഥ്യമായത് എന്ന വസ്തുത നാം ഈ സന്ദർഭത്തിൽ ഓർക്കണം. നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യ കേന്ദ്രീകൃതവും സമത്വബോധത്തിൽ അധിഷ്ഠിതവുമായ ആയുധമെടുത്ത് ആർക്കെങ്കിലും തന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് കോടിയേരി അഭിപ്രായപ്പെട്ടു. മോദി രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി റേഡിയോ പോലെ ഇങ്ങോട്ട് മാത്രം പറയുന്ന ഒന്നായി മാറിയിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. TI മധുസൂദനൻ, V. നാരായണൻ, KV ബാബു, അഡ്വക്കേറ്റ് P. സന്തോഷ്, MV അപ്പുക്കുട്ടൻ, P. കുഞ്ഞികൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ഡിസംബർ 20 വരെ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുവത്തൂർ BSNL ഓഫീസ് കോമ്പൗണ്ടിലെ ടവറിന് സാമൂഹ്യവിരുദ്ധർ തീവച്ചു. റിലയൻസ് ജിയോ, എയർടെൽ മൊബൈൽ, BTSകളും ടവറുകളിലേക്കുള്ള മുഴുവൻ കേബിളുകളും കത്തിനശിച്ചു. 70 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിവരം. ചെറുവത്തൂർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്തെ BSNL ഓഫീസ് കോമ്പൗണ്ടിലെ ടവറിനാണ് വിറകും ചകിരിയും കൂട്ടി പെട്രോൾ ഒഴിച്ച് തീവച്ച നിലയിൽ കണ്ടത്. പുലർച്ചെ 2:15 സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരുടെ ശ്രദ്ധയിൽ തീ പടരുന്നത് കണ്ടതോടെയാണ് അധികൃതരെ വിവരമറിയിച്ചത്. തുടർന്ന് തൃക്കരിപ്പൂരിൽ നിന്ന് ഫയർഫോഴ്സും ചന്തേരയിൽ നിന്നും നീലേശ്വരത്തു നിന്നും പോലീസ് എത്തിയുമാണ് തീയണക്കൽ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. റിലയൻസ് ജിയോ, എയർടെൽ എന്നീ മൊബൈലുകളുടെ BTS മുഴുവനായും കത്തിയമർന്നു. BSNL ഓഫീസിൽ നിന്നും ടവറിലേക്കുള്ള മുഴുവൻ ഉപഭോക്തൃ കണക്ഷനുകളും കേബിളുകളും കത്തിനശിച്ച നിലയിലാണ്. വിറകും ചകിരിയും കൂട്ടിയാണ് തീവച്ചത് എന്നതിന് തെളിവായി വിറകിൻ്റെയും ചകിരിയുടെയും കത്തിയ നിലയിലുള്ള അവശിഷ്ടങ്ങൾ സംഭവസ്ഥലത്തു നിന്നും കണ്ടെടുത്തു. തീവയ്ക്കാൻ ഉപയോഗിച്ച പെട്രോൾ ബോട്ടിലുകൾ ടവറിന് ചുറ്റിലും മുകൾ ഭാഗത്ത് തിരികെ നിലയിലും കാണാനുണ്ട്. ഇതിനു മുമ്പ് സമീപത്തെ ഹൈവേ പരിസരത്തും KSEB സബ്സ്റ്റേഷൻ പരിസരത്തുമുള്ള ടവറിലും സമാന രീതിയിൽ തീവച്ചതായും അറിയുന്നു.
BSNLന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കണക്ഷൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 75 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് അധികൃതർ നൽകുന്ന പ്രാഥമിക വിവരം. സംശയത്തിന്റെ നിഴലിൽ ഒരാളെ ചന്ദന പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. കസ്റ്റഡിയിലെടുത്തയാൾ മാനസിക രോഗിയാണെന്ന ശ്രുതിയുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശമ്പള ദിനം. ദുരിതമൊഴിയാതെ ജനങ്ങൾ. പെൻഷനും ശമ്പളവും വാങ്ങാനായി ട്രഷറിയിലും ബാങ്കിലും എത്തിയവരാണ് പണം ലഭിക്കാതെ കുഴങ്ങിയത്. ക്ഷുഭിതരായ ജനങ്ങൾ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിനം തന്നെ പല കേന്ദ്രങ്ങളിലും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കണക്കിലെടുത്ത് നേരത്തെ തന്നെ വൻ പോലീസ് സന്നാഹമാണ് ട്രഷറിക്കും ബാങ്കിനും മുന്നിൽ ഒരുക്കിയിരുന്നതെങ്കിലും ജനങ്ങളുടെ നിസ്സഹായാവസ്ഥയ്ക്ക് മുന്നിൽ പോലീസിനും ഉത്തരമുണ്ടായില്ല. രാവിലെയോടെ തന്നെ വൻ തിരക്കാണ് ട്രഷറികളിലും ബാങ്കിലും അനുഭവപ്പെട്ടത്. എന്നാൽ ആവശ്യത്തിന് പണമില്ല എന്ന മറുപടിയാണ് അധികൃതരിൽ നിന്നും ലഭിച്ചത്. 11 മണിയോടെ പണമെത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിലും വൈകിയതോടെ ജനങ്ങളുടെ ക്ഷമ നശിച്ചു. ക്ഷുഭിതരായ ജനങ്ങൾ ബഹളം വയ്ക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ജനങ്ങൾ പ്രതികരിച്ചത്. ഈ മോദി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളാണ് ഇവിടെ ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വന്നത്. കുളത്തിലുള്ള ചീങ്കണ്ണിയെ പിടിക്കാൻ വേണ്ടി വെള്ളം ഭരിച്ചപ്പോൾ ചീങ്കണ്ണിന്റെ ഭാഗത്ത് പോയി. അപ്പോൾ അതിലുള്ള ചെറു മത്സ്യങ്ങൾ പെടഞ്ഞു മരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പിന്നെ ഈ പയ്യന്നൂർ ട്രഷറിയിൽ മാത്രമാണ് ഇത് സംഭവമുള്ളൂ. ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞാലേ വൈദ്യുതി വരുമെന്ന് അറിയിച്ചാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ പയ്യന്നൂർ തളിപ്പറമ്പിലോ മറ്റുള്ള ട്രഷറികളെല്ലാം സുഗമമായി പെൻഷനും ശമ്പളവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂർ മാത്രമേ ഈ പ്രശ്നം ഉണ്ടായുള്ളൂ. അപ്പോൾ ബാങ്കുകാർ ഒത്ത് കളിച്ചിട്ട് ഈ ഇലക്ട്രിസിറ്റി ഓഫാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് നമുക്ക് ഈ നിൽക്കുന്നവർക്ക് ബലമായ സംശയമുണ്ട്. പെൻഷൻ വാങ്ങാനെത്തിയവരും തിരക്കിൽപ്പെട്ട് കുഴങ്ങി. സംസ്ഥാന പെൻഷൻകാരുടെ പെൻഷനും ജീവനക്കാരുടെ ശമ്പളവും തടഞ്ഞുവെച്ച് നിയന്ത്രണം വരുത്തിയതിലും റേഷൻ സമ്പ്രദായം അട്ടിമറിച്ചതിലും പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പെൻഷൻകാർ പ്രകടനം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. KV ഭാസ്കരൻ, AV തമ്പാൻ, C കൃഷ്ണൻ, VV പുരുഷോത്തമൻ, പ്രൊഫസർ V ഇന്ദിര, ശ്രീനിവാസൻ, ഗോവിന്ദൻ, മധുസൂദനൻ, KV ലക്ഷ്മണൻ, ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ശമ്പള പെൻഷൻ ദിനമായ വ്യാഴാഴ്ച ബാങ്കുകളിലും ട്രഷറികളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശമ്പളം വാങ്ങാനായി സർക്കാർ ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ബാങ്കുകളിലെത്തിയിരുന്നു. പലരും കൂട്ടത്തോടെ അവധിയെടുത്താണ് ശമ്പളം വാങ്ങാൻ ബാങ്കുകളിലെത്തിയത്. ബാങ്കുകളിലെത്തിയ പണം തീർന്നു പോകുമോ എന്ന ആശങ്കയാണ് പല സർക്കാർ ഉദ്യോഗസ്ഥരെയും അവധിയെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ വരുമ്പോൾ കഴിഞ്ഞ മാസം വരെ സർക്കാർ ഉദ്യോഗസ്ഥർ ATM കാർഡ് വഴിയാണ് പണം പിൻവലിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ATM കാർഡ് ഉപയോഗിച്ച് ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുക 2500 രൂപയായി നിജപ്പെടുത്തിയതിനാലാണ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ബാങ്കുകളിലെത്തിയത്. ശമ്പള അക്കൗണ്ട് കൂടുതലുള്ളത് SBT, SBI, കനറ ബാങ്കുകളിലാണ്. പെൻഷൻ വാങ്ങാനെത്തുന്നവരുടെയും മറ്റ് ഇടപാടുകൾക്ക് എത്തുന്നവരുടെയും എണ്ണം കൂടാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ കൗണ്ടറുകളും ഏർപ്പെടുത്തിയിരുന്നു. ബാങ്കുകളിൽ പണം കുറഞ്ഞതോടെ 24,000-ന് പകരം 10,000 രൂപ മാത്രം നൽകിയതും ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു. ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കടന്നുകയറ്റം നാടകത്തിന് ഭീഷണിയായെന്ന് പ്രമുഖ നാടകകൃത്ത് പിരപ്പിൻകോട് മുരളി. സ്കൂൾ ഓഫ് ഡ്രാമ പോലുള്ള സ്ഥാപനങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണപുരത്ത് സൂര്യ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഗീത നാടക അക്കാദമി ഇതിപ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനം എങ്ങനെയാണോ ഗ്രന്ഥശാലകളെ സംരക്ഷിക്കുന്നത് അതുപോലെ നമ്മുടെ നാട്ടിലെ കലാസമിതികളെ സംരക്ഷിക്കാൻ, കലാസമിതികൾ എന്ന് പറയുമ്പോൾ വളരെ ബോധപൂർവ്വം കലാപ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു സാമ്പത്തിക സമ്പാദനത്തിന് വേണ്ടി നടക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കലോപാസകന്മാരുണ്ട്, നല്ല നാടക സമിതികളുണ്ട്. ആ നാടക സമിതികളെയും നാടക ആസ്വാദക സമിതികളെയും സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം അടക്കം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ രംഗത്തേക്ക് പോകാൻ കഴിയൂ. കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ചതിൽ നാടകങ്ങൾ വഹിച്ച പങ്ക് മഹത്തരമാണെന്നും പിരപ്പൻകോട് മുരളി പറഞ്ഞു. ലക്ഷ്മണൻ ചെറുകുന്ന് അധ്യക്ഷത വഹിച്ചു. KV രാമകൃഷ്ണൻ, N ശ്രീധരൻ, TK ദിവാകരൻ, ഹരിദാസ് ചെറുകുന്ന്, KP രമേശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അഭിനയത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ ഒരുക്കി സൂര്യ നാടകോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. വൻ ജനാവലിയാണ് കണ്ണപുരത്ത് നാടകം കാണാനെത്തിയത്. പിടിക്കുകയാണ് അവിടെ
ഇന്നലെ ഞാൻ എൻ്റെ ഈ കൈകളിൽ എടുത്ത് സന്തോഷം തോന്നുന്ന കാര്യം തന്നെ. കൊല്ലം അയനം നാടകവേദിയുടെ അവനവൻ തുരുത്തി എന്ന നാടകമാണ് ആദ്യ ദിനം രംഗത്തെത്തിയത്. അഭിനവ് മികവ് കൊണ്ടും പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ടും മികച്ച നിലവാരം പുലർത്തിയ നാടകം പ്രേക്ഷകരുടെ കയ്യടി വാങ്ങി. ഓച്ചിറ സരികയുടെ ഭ്രമണം, വയലാർ നാടകവേദിയുടെ പുരനിറഞ്ഞ പയ്യൻസ്, കൊല്ലം അനശ്വരയുടെ പകൽ ദൂരം, തിരുവനന്തപുരം ആരാധനയുടെ അതൊരു കഥയാണ് എന്നീ നാടകങ്ങൾ വരും ദിവസങ്ങളിൽ അരങ്ങേറും. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കാലിക്കടവ് മുതൽ ഏമ്പേറ്റ് വരെ നടത്തുന്ന റോഡ് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു. അപകട മേഖലയായ പരിയാരം മെഡിക്കൽ കോളേജ് മുതൽ ആയുർവേദ കോളേജ് വരെയുള്ള ഭാഗത്ത് ഇരുഭാഗങ്ങളിലും വീതി കൂട്ടിയാണ് റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നത്. 6.6 കോടി രൂപ ചിലവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന്റെ റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നാണ് നിർമ്മാണത്തിനുള്ള ഫണ്ട് ലഭിച്ചത്. സൈൻ ബോർഡ്, ബസ് ബേ, അപകട മേഖലകളിൽ റോഡിന് വീതി കൂട്ടൽ തുടങ്ങിയവയാണ് നടപ്പാക്കുന്നത്. പരിയാരത്ത് 5 മീറ്റർ ഇരുഭാഗങ്ങളിലും വീതി കൂട്ടിയാണ് നിർമ്മാണം നടത്തുന്നത്. സമയബന്ധിതമായി തീർക്കേണ്ടതിനാൽ ദ്രുതഗതിയിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. കരിവള്ളൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം. കളിയാട്ടമേൽപ്പിക്കൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്നും ക്ഷേത്രം കോയ്മ പണക്കിഴി ഏറ്റുവാങ്ങി. ജനുവരി 7 മുതൽ 12 വരെയാണ് ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം. മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിലെ സുപ്രധാനമായ ചടങ്ങാണ് കളിയാട്ടമേൽപ്പിക്കൽ. വ്യാഴാഴ്ച പകൽ 11:40 12:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് കരിവള്ളൂർ മുച്ചിലോട്ട് കളിയാട്ടമേൽപ്പിക്കൽ ചടങ്ങ് നടന്നത്. കളിയാട്ടം അഭംഗുരമായി നടത്തുന്നതിനായുള്ള മൂലധനം ക്ഷേത്രം കോയ്മയെ ഭഗവതിയുടെ പ്രതിപുരുഷന്മാർ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് കളിയാട്ടമേൽപ്പിക്കൽ. മുച്ചിലോട്ട് ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, ദൈവം എന്നീ തെയ്യക്കോലങ്ങളുടെ പ്രതിപുരുഷന്മാർ അരങ്ങിലടിയന്തരത്തിനു ശേഷം അരങ്ങിലിറങ്ങിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മൂലഭണ്ഡാരത്തിൽ നിന്നും ഭക്തജനങ്ങൾ കാണിക്കയായി സമർപ്പിച്ച സംഖ്യ ചേർത്ത് ദേവിയുടെ പ്രതിപുരുഷന്മാർ കിഴി കോയ്മയെ ഏൽപ്പിച്ചു. ക്ഷേത്രം കോയ്മയും മങ്ങാട്ട് തറവാട്ടംഗവുമായ ഡോക്ടർ CK ജയകൃഷ്ണൻ നമ്പ്യാർ കിഴി ഏറ്റുവാങ്ങി. വാരിയാലും കോരിയാലും തീരാത്ത ദേവിയുടെ അനുഗ്രഹാശിസുകളാണ് പ്രസ്തുത കിഴിയെന്നാണ് വിശ്വാസം. തുടർന്നു നടന്ന ചടങ്ങിൽ ക്ഷേത്രാംഗങ്ങളിൽ നിന്നും കൂക്കാനത്തുള്ള അതിയടുത്ത് ബാലകൃഷ്ണൻ ക്ഷേത്രം കാരണവരായി ആചാരപ്പെട്ടു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പുനരുദ്ധാരണത്തിന് 90 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റായി. ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുന്നതിന് പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിലാണ് തുക അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം കെട്ടിടം സന്ദർശിച്ച സ്ട്രക്ചറൽ കൺസർവേഷൻ വിഭാഗം എഞ്ചിനീയർ S. ഭൂപേഷും സംഘവുമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരിശോധിക്കുന്നതിനായി പുരാവസ്തു ഡയറക്ടർ കെട്ടിടം സന്ദർശിച്ച് കെട്ടിടം പുനരുദ്ധരിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വകുപ്പ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിരുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഈ എസ്റ്റിമേറ്റ് പുരാവസ്തു വകുപ്പിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിക്കുന്നതോടെ ഭരണാനുമതിക്കും സാങ്കേതിക അനുമതിക്കും സമർപ്പിക്കും. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും നടന്നു. മാത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന എയ്ഡ്സ് ദിനാചരണ പരിപാടി കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉഷ ഉദ്ഘാടനം ചെയ്തു. രോഗികളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്ന യാതൊരു ലക്ഷണവുമില്ല. അതിന് വളരുന്ന കുട്ടികളെ കൂടി നമ്മൾ ഈ ഒരു ദിനം ആചരിച്ചുകൊണ്ട് എല്ലാ കൊല്ലവും നല്ല രീതിയിൽ തന്നെ ആരോഗ്യവും അതുപോലെ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് TM സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി മുഖ്യ സന്ദേശം നൽകി. ശ്രീനിവാസൻ, പ്രഭാകരൻ മാസ്റ്റർ, അശോകൻ, അമൽ തുടങ്ങിയവർ സംസാരിച്ചു. JH സുനിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു.
കലോത്സവ വാർത്തകൾ. ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം മുഴുവൻ ഉപജില്ലാ കലോത്സവവും പ്ലാസ്റ്റിക് രഹിതമാക്കിയാണ് സംഘടിപ്പിക്കുന്നത്. അതിനാൽ മാലിന്യം നിക്ഷേപിക്കുവാൻ പ്രത്യേകം ഓലക്കൂട്ടകളാണ് സംഘാടകർ സ്കൂളിൽ ഒരുക്കിയത്. കലോത്സവ നഗരി ഹരിതാഭമണിയിച്ചാണ് ഇത്തവണ പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘാടനം നടത്തിയത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പ്രവർത്തനം. കലോത്സവ നഗരിയുടെ മുക്കിലും മൂലയിലും ഓലക്കൂട്ടകൾ കാണാം. അതിലൊരു ബോർഡും മാലിന്യങ്ങൾ ഇതിൽ നിക്ഷേപിക്കുക. ഈ കൂട്ടകളുടെ പിന്നിലും ഒരു കഥയുണ്ട്. കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ നിർമ്മിച്ചതാണിവ. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ വീടുകളിൽ നിന്നും പച്ച ഓലകൾ ശേഖരിച്ച് കുട്ടികളെ കൊണ്ട് മടഞ്ഞുണ്ടാക്കിയതാണിവ. മാത്രമല്ല ഇതിലൂടെ കുട്ടികൾക്ക് കൈത്തൊഴിലുകൾക്കുള്ള പരിശീലനവും നൽകി. ഏതായാലും ഇത്രയും വലിയ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴും പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ സംഘാടകർ കാട്ടിയ നല്ല മനസ്സിനെ നമുക്ക് പ്രകീർത്തിച്ചേ മതിയാകൂ. കലോത്സവ നഗരിയിൽ ഓരോ ദിവസവും എത്തുന്ന ആയിരങ്ങൾക്ക് ഭക്ഷണമൊരുക്കുന്ന ഏറെ ശ്രമകരമായ ജോലിയാണ് ഭക്ഷണ കമ്മിറ്റിയുടേത്. കാണാം കലോത്സവ നഗരിയിലെ കലവറ വിശേഷങ്ങൾ. കലോത്സവ നഗരിയിലെത്തുന്ന മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുറ്റമറ്റ രീതിയിൽ ഭക്ഷണമൊരുക്കുന്നതിൽ അതീവ ശ്രദ്ധയോടുകൂടിയ പ്രവർത്തനമാണ് ഭക്ഷണ കമ്മിറ്റി നടത്തുന്നത്. വിവിധ ടീമുകളായി തിരിഞ്ഞ് ഭക്ഷണശാലയുടെ ഓരോ കോണുകളിലും വളരെ ശ്രദ്ധയോടെ തങ്ങളുടെ ജോലിയിൽ മുഴുകുകയാണ് ഓരോരുത്തരും. സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു ആഘോഷമെന്ന പോലെ കലോത്സവത്തെ ഏറ്റെടുത്ത് കൈമെയ് മറന്ന് ജോലി ചെയ്യുകയാണിവർ. ഒരു ഭാഗത്ത് വിഭവങ്ങൾ തയ്യാറാക്കുന്നവർ, മറുഭാഗത്ത് ഭക്ഷണം വിളമ്പാൻ തയ്യാറായി നിൽക്കുന്നവർ, കുടിവെള്ള വിതരണത്തിനായി കുട്ടികളുടെ സംഘം, ഭക്ഷണ വിതരണം ആരംഭിക്കുന്നതും കാത്തു നിൽക്കുന്ന കുട്ടികൾ. നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളുമെല്ലാം ചേർന്ന് ഭക്ഷണശാല മറ്റൊരു ഉത്സവ സമാനമാക്കി തീർക്കുകയാണ്. 3 ദിനങ്ങളായി രാപ്പകൽ ഭേദമന്യേ ഭക്ഷണശാലയിൽ തന്നെ തങ്ങി പുലരുവോളം പണിയെടുത്താണ് ഇവരെല്ലാം ചേർന്ന് ഭക്ഷണമൊരുക്കുന്നത്. പയ്യന്നൂർ ഉപജില്ലാ കലോത്സവം 2016 അതിൻ്റെ ഭക്ഷണശാലയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. വളരെ കാര്യക്ഷമമായിട്ട് ഇവിടെ വർക്കുകൾ നടക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്ന 2 പേർ ഇപ്പോൾ എന്നോട് ചേരുകയാണ്. ഈ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനും അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി കൺവീനറും രാജേഷ് മാസ്റ്ററും അതുപോലെ തന്നെ ജനാർദ്ദൻ പെരിങ്ങോം മേഖല ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചെയർമാൻ എന്ന നിലയിൽ, ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ എത്രമാത്രം ആൾക്കാരുടെ പങ്കാളിത്തം, നാട്ടുകാരുടെ പങ്കാളിത്തമൊക്കെ ഇവിടെ ഉണ്ട്? നല്ല തോതിലുള്ള പങ്കാളിത്തമുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളുണ്ട്, അധ്യാപകരാണെന്ന് പിന്നെ പറയേ വേണ്ട. അധ്യാപകർ കഴിഞ്ഞ മാസം ഈ നവംബർ 29, 30, 1, 2 തീയതികളിലാണ് ഇപ്പം 3 ദിവസം നടന്നത്. 3-ാം ദിവസമാണ്. അപ്പോൾ അധ്യാപകരുടെയൊക്കെ രാത്രിയും പകലും എന്നുള്ള നിലയിൽ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾ, പിന്നെ PTA ഭാരവാഹികൾ, അങ്ങനെയുള്ള മുഴുവൻ ആളുകളുടെയും സമ്പൂർണ്ണമായിട്ടുള്ള നല്ല സഹകരണം നടക്കുന്നുണ്ട്. ഏകദേശം 92ഓളം സ്കൂളുകളിലെ 12,000-ഓളം കുട്ടികൾക്ക് നമ്മുടെ ഇപ്പോൾ ഈ 3-4 ദിവസങ്ങളിലായി വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ആണ് പാകം ചെയ്ത് കൊടുക്കുന്നത്. അവർ അങ്ങനത്തെ യാതൊരു വിധ ബുദ്ധിമുട്ടില്ലാതെ എല്ലാ സ്കൂളുകളിലെയും വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. ഇനി സ്കൂളിലെ അധ്യാപകനും അതുപോലെ തന്നെ ഈ ഭക്ഷണശാലയുടെ അല്ലെങ്കിൽ ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനറുമായിട്ടുള്ള രാജേഷ് മാസ്റ്റർ എന്നോടൊപ്പം ഉണ്ട്. എത്രമാത്രം നല്ല വിഭവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ദിനങ്ങളിൽ? വിഭവങ്ങളുടെ കാര്യത്തിൽ വളരെ തികഞ്ഞ വൈവിധ്യം പുലർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണ കമ്മിറ്റി പ്രവർത്തിക്കുന്നതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം നൽകുന്നതിന് വേണ്ടത്ര മികച്ച തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ രാവിലെ കടല, അവല്, അതുപോലെ തന്നെ ഉച്ചക്ക് ചോറ്, കൂട്ടുകറി, പുളിശ്ശേരി, അച്ചാറ്, കൂടാതെ പായസവും. അപ്പോൾ പായസത്തെക്കുറിച്ച് പറയുമ്പോൾ പായസം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ 93-94 പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഗോൾഡൻ ഡേയ്സ് എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ്. അവർക്ക് ഈ അവസരത്തിൽ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രത്യേക നന്ദി നമ്മൾ അറിയിക്കുകയാണ്. 4 നാൾ കഴിയുമ്പോൾ
ഏതാണ്ട് 15,000-ഓളം ആളുകൾക്ക് ഭക്ഷണമൊരുക്കിയതിൻ്റെ നല്ല ഓർമ്മകളാവും ഇവരുടെ എല്ലാം മനസ്സിൽ ഉണ്ടാവുക. സംഘാടകർക്ക് ആശ്വാസമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ അകമഴിഞ്ഞ പിന്തുണയും. ഗോൾഡൻ ഡേയ്സ് ഓഫ് 94-95 എന്ന സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് വ്യാഴാഴ്ച ഭക്ഷണത്തിനൊപ്പമുള്ള പായസം ഒരുക്കിയത്. 100ന്റെ നിറവിലെത്തി നിൽക്കുന്ന തങ്ങളുടെ കലാലയത്തിലെ കലാമാമാങ്കത്തിന് വിഭവസമൃദ്ധമായ സദ്യയിൽ പായസമുണ്ടാക്കുന്നത് ഈ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഗോതമ്പ് പായസം എന്ന് കേട്ടാൽ വായിൽ വെള്ളമുറാത്തവരായി ആരുമില്ല. കലോത്സവത്തിന്റെ തീന്മേശയിൽ ഈ വിഭവം ഒരുക്കുകയാണ് ഗോൾഡൻ ഡേയ്സ് ഓഫ് 94-95 എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ. ദിനം പ്രതി 5000-ലധികം ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്ന സംഘാടകർക്ക് ഇവരുടെ സേവനം ഏറെ സഹായകമാണ്. വിദ്യാലയ ജീവിതത്തിന്റെ പൂർവ്വകാല സ്മരണകൾ അയവിറക്കി സ്വന്തം ചിലവിലാണ് ഇവർ ഈ വിഭവം ഒരുക്കുന്നത്. ഇതുകൂടാതെ സ്കൂളിന്റെ ഉന്നമനത്തിനായി 1ാം ക്ലാസ് ഹൈടെക് ആക്കുന്നതടക്കം നിരവധി പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകൾ. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ സംസാരത്തിൽ മുഴുകി കാർ 3 വട്ടം തലകീഴായി മറിഞ്ഞു. വൻ ദുരന്തം വഴിമാറിയത് തലനാരിഴയ്ക്ക്. മാണിയാട്ട് മുച്ചിലോട്ട് പരിസരത്താണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ സംഭവം നടന്നത്. അലസതയോടെയുള്ള ഡ്രൈവിംഗാണ് അപകടത്തിന് കാരണമായതെന്ന് ഓടിക്കൂടിയ നാട്ടുകാർ പറഞ്ഞു. പാതയോര കൃഷി നടത്തുന്ന കർഷകർ ധാരാളം ഉണ്ടാകാറുള്ള മാണിയാട്ടെ റോഡരികിൽ ഉച്ചസമയമായിരുന്നതിനാൽ സംഭവസ്ഥലത്ത് ആരുമില്ലാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. വാഹനമോടിച്ചയാൾ ദൃശ്യം പകർത്താനെത്തിയ ചാനൽ ക്യാമറയ്ക്ക് നേരെ തിരിഞ്ഞ് ദേഷ്യപ്പെട്ടത് തന്നെ വാഹനമോടിച്ചയാളുടെ കുറ്റം വെളിപ്പെടുത്തുന്നതായി. വളവില്ലാത്ത റോഡായിരുന്നതിനാൽ അമിത വേഗതയും അശ്രദ്ധയും ഈ മേഖലയിൽ കൂടിവരികയാണ്. ശബ്ദം കേട്ട് നിരവധി പേരാണ് സ്ഥലത്തെത്തിയത്. ചന്തേരി എസ്.ഐ TV ശശിധരൻ സ്ഥലത്തെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഏഴിമല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് +1 വിദ്യാർത്ഥിനി ട്രെയിൻ തട്ടി മരിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയും തെക്കുംപാടി നാരായണന്റെ മകളുമായ ദൃശ്യ നാരായണനാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് ഏഴിമല റെയിൽവേ സ്റ്റേഷനു സമീപം ദൃശ്യയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടത്. സ്കൂൾ യൂണിഫോമിലാണ് മൃതദേഹം കണ്ടത്. സ്കൂൾ ബാഗ് സമീപത്തുണ്ടായിരുന്നതിനാൽ മൃതദേഹം വേഗത്തിൽ തിരിച്ചറിഞ്ഞു. കണ്ണൂർ എക്സ്പ്രസ് തട്ടിയാണ് മരണമെന്ന് സംശയിക്കുന്നു. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തി. കുഞ്ഞിമംഗലം തെക്കുംപാട്ടെ നാരായണന്റെയും വിജയുടെയും 3 മക്കളിൽ ഇളയ കുട്ടിയാണ് ദൃശ്യ. കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി +2 കൊമേഴ്സ് വിദ്യാർത്ഥിനിയാണ്. സ്കൂളിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം വെള്ളിയാഴ്ച സംസ്കരിക്കും.
നബാർഡ് പദ്ധതി മുഖേന നടപ്പിലാക്കുന്ന കുട്ടനാടൻ ജലസേചന പദ്ധതിയുടെ നവീകരണ പദ്ധതിക്ക് തുടക്കമായി. മേലിയാട്ട് നടന്ന പദ്ധതി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് IT വെള്ളാപ്പ് നെല്ലുൽപാദക സമിതിക്ക് അനുവദിച്ച ട്രാക്ടറിന്റെ കൈമാറ്റവും നടന്നു. നബാർഡ് പദ്ധതി മുഖേന പാടശേഖരത്തിൽ ആരംഭിക്കുന്ന കുട്ടനാട് ജലസേചന നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. അപ്പോൾ നമ്മുടെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇതിലൂടെ സാഫല്യമാവാൻ പോകുന്നത്. അതുമൂലം നമ്മുടെ പഞ്ചായത്തിൻ്റെ നെല്ലറ എന്ന് പറയാവുന്ന ഈ കുട്ടനാടിയിൽ ഇനിയും തെരിശായി കിടക്കുന്ന ഭൂമി ഉണ്ടാവരുത്. പുതിയ സർക്കാരിൻ്റെ നയവും അങ്ങനെയാണ്. പുതിയ നവകേരള മിഷന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഡിസംബർ 8-ാം തീയതി ഹരിത കേരളത്തിൻ്റെ പ്രഖ്യാപനം വരാൻ വേണ്ടി പോവാം. കേരളത്തിനകത്ത് ഒരു ഭൂമി പോലും തെരിശായി കിടക്കരുത്. തുടർന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2015-16 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ IT വെള്ളാപ്പ് നെല്ലുൽപാദന സമിതിക്ക് അനുവദിച്ച ട്രാക്ടറിന്റെ കൈമാറ്റ ചടങ്ങ് ട്രാക്ടർ ഓടിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജലസേചന പദ്ധതി വിശദീകരണം കാസർഗോഡ് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രീതി KP നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PV പത്മജ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AG സെറീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജിദ സഫറുള്ള, തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗങ്ങളായ KK അമീർ, KV തസീറ, സത്താർ വടക്കുംപാട്, തമ്പാൻ നായർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. 500,000 രൂപയുടെ നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്ന് സ്വൈപ്പിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന കച്ചവടക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. നോട്ടുകൾ അസാധുവാക്കിയതിനു ശേഷം ഡെബിറ്റ് കാർഡുകൾ വഴിയുള്ള കച്ചവടം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. സൂപ്പർ മാർക്കറ്റുകളിലും വലിയ ഹോട്ടലുകളിലും പെട്രോൾ പമ്പുകളിലുമായിരുന്നു POS മെഷീനുകൾ നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ നോട്ടുകൾ അസാധുവാക്കിയതിന് പിന്നാലെ ചെറുകിട വ്യാപാര കേന്ദ്രങ്ങളിലും വസ്ത്രാലയങ്ങളിലും സ്വീപ്പിംഗ് മെഷീനുകളെ ആശ്രയിച്ചു തുടങ്ങി. SBIയിൽ ദിവസേന 100-ലേറെ അപേക്ഷകളാണ് യന്ത്രങ്ങൾക്കായി ലഭിക്കുന്നത്. മറ്റു ബാങ്കുകളിലെയും അപേക്ഷകരുടെ എണ്ണം ഇത്രത്തോളം വരും. നിലവിൽ കേരളത്തിൽ തന്നെ 65,000-ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ ബാങ്കുകളുടെ മെഷീനുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്രതീക്ഷിതമായി ആവശ്യക്കാരേറിയതോടെ ഇത്തരം മെഷീനുകൾക്ക് ക്ഷാമവും നേരിട്ട് കഴിഞ്ഞു. വെരിഫോൺ, ഇഞ്ചനിക്കോ തുടങ്ങിയ കമ്പനികളാണ് കേരളത്തിലേറെയും ഉപയോഗിക്കുന്നത്. POS മെഷീൻ വഴിയുള്ള ഓരോ ഇടപാടിനും ശരാശരി 1% ബാങ്കുകൾക്കും നൽകണം. 130 കോടി രൂപയാണ് സാധാരണ ക്രെഡിറ്റ് വഴിയുള്ള ഒരു മാസത്തെ ഇടപാട്. സ്വീപ്പിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ഗ്രാൻഡ് തേസിന്റെ ഉടമ അഷ്റഫ് പറയുന്നത് തന്നെ കേൾക്കാം. ഇന്നിപ്പം ബിസിനസ് ചെയ്യുന്നതിൽ ഒരു 70% കാർഡാണ് കസ്റ്റമർ കൊണ്ടു തരുന്നത്. ആൾക്കാരിൽ ഉത്ബുദ്ധരാണ്. 0% പിന്നെ അക്കൗണ്ടിൽ തുടങ്ങാം, കാർഡ് കിട്ടും. അപ്പം ജനങ്ങളൊന്നും കൂടി ജനവിവരമാകുമ്പോഴത്തേക്ക് എല്ലാവരും കാർഡ് സിസ്റ്റത്തിലേക്ക് വരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൂടാതെ ഡിജിറ്റൽ പണമിടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി POS ഡിവൈസുകളെ കേന്ദ്ര എക്സൈസ് നികുതിയിൽ നിന്നും ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പരിയാരം ആയുർവേദ കോളേജിൽ ഔഷധത്തോട്ടം ഒരുങ്ങുന്നു. രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഔഷധത്തോട്ടം ഒരുക്കുന്നത്. തോട്ട നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ വനിതകൾ ചേർന്നാണ് പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യപടിയായി ആശുപത്രി കോമ്പൗണ്ടിലെ കാടുകൾ നീക്കം ചെയ്യും. തുടർന്നാണ് തോട്ടം നിർമ്മാണം ആരംഭിക്കുക. പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ നിർവഹിച്ചു. വിളയാങ്കോട് 13-ാം വാർഡിൽപ്പെട്ട 30ഓളം വനിതകളാണ് പ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് CPM-ൽ റെഡ് ഫ്ളാഗും മനുഷ്യാവകാശ പ്രവർത്തകരും പയ്യന്നൂരിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് യോഗവും നടന്നു. ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. CPIML റെഡ് ഫ്ളാഗ് ഏരിയ സെക്രട്ടറി PV പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. K. ദേവി, KM വേണുഗോപാൽ, ഹരിദാസ് പാലയാട് എന്നിവർ പ്രസംഗിച്ചു. നരേഷ്, സണ്ണി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരള ഫയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട TV ബാലന് തൃക്കരിപ്പൂരിൽ മേഖലാ കമ്മിറ്റി സ്വീകരണം നൽകി. മുന്നോടിയായി കാലിക്കടവിൽ നിന്നും സ്വീകരണവേദിയായ മാണിയാട്ടേക്ക് ഘോഷയാത്രയും നടന്നു.
കാലിക്കടവിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത TV ബാലനെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാണിയാട്ടേക്ക് ആനയിച്ചത്. സംഘടനയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് യൂണിറ്റ് തലം മുതൽ അഹോരാത്രം പ്രവർത്തിച്ച ബാലന് അർഹതയ്ക്കുള്ള അംഗീകാരമായാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം കണ്ണൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനം ഏൽപ്പിച്ചിട്ടുള്ളത്. സ്ഥാനമേറ്റെടുത്തതോടെ ആദ്യം നൽകിയ സ്വീകരണ പരിപാടിയാണ് തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റി ഒരുക്കിയത്. പ്രദേശത്തെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമാണ് TV ബാലൻ. സ്വീകരണ ഘോഷയാത്രയിൽ ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K ബാലൻ, പ്രസിഡന്റ് സുരേന്ദ്രൻ, P കുഞ്ഞമ്പു, ഷിബു, നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചന്തപ്പുര കൊക്കൂട്ടുവയലിലെ റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. റോഡിന് ഒരു ഭാഗത്ത് കാട് മൂടിയതിനാൽ മാലിന്യം നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശം. ദുർഗന്ധം കാരണം വാഹനയാത്രയും കാൽനടയാത്രയും ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. ഇവിടെ രാത്രി നേരങ്ങളിലാണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത്. വലിയ ചാക്കുകെട്ടുകളിലും പ്ലാസ്റ്റിക് കവറുകളിലുമായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. സമീപ പ്രദേശം രാത്രികാലങ്ങളിൽ മദ്യപന്മാരുടെ കേന്ദ്രമാവുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയായതിനാൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യം തള്ളുന്നതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കാങ്കോലിന്റെ ജനകീയ ഡോക്ടർ K മുഹമ്മദിനെ നാട് അനുസ്മരിച്ചു. സർവകക്ഷി അനുശോചന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ അധ്യക്ഷത വഹിച്ചു. ഇവിടുത്തെ ഒരു സാംസ്കാരിക സ്ഥാപനമെന്ന നിലയിൽ മുസ്ലിം പുരോഗമന വിശ്വാസികളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടത്. അത്തരമൊരു സ്ഥാപനത്തിന് പേര് നൽകത്തക്ക വിധത്തിലുള്ള ബന്ധം ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാമായിട്ട് കാങ്കോൾ ടൗണിൽ നടന്ന അനുശോചന യോഗത്തിൽ P ഉഷ അധ്യക്ഷത വഹിച്ചു. UV ശശീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. V നാരായണൻ, KV ഗോവിന്ദൻ, ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, P രവീന്ദ്രൻ, AK രാജഗോപാലൻ മാസ്റ്റർ, P വിജയൻ നായർ, P രവീന്ദ്രൻ, P വിജയൻ, P ശശിധരൻ തുടങ്ങിയവർ ഡോക്ടർ K മുഹമ്മദിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്ലാസ്റ്റിക് വിമുക്തമാകാനൊരുങ്ങി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. വിവിധ ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകളുടെ ശേഖരണമാണ് ആദ്യഘട്ടത്തിൽ. 3 ഘട്ടങ്ങളിലായാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പ്ലാസ്റ്റിക് കുപ്പികളും ശേഖരിക്കാനാണ് തീരുമാനം. ഓരോ വാർഡിലും നിശ്ചയിക്കപ്പെട്ട വളണ്ടിയർമാർ മാസത്തിൽ ഒരു തവണ വീട്ടിലെത്തി പ്ലാസ്റ്റിക് ബാഗുകൾ ശേഖരിക്കും. ഉപഭോക്താക്കൾ പ്ലാസ്റ്റിക് ബാഗുകൾ കഴുകി വെക്കണമെന്നും ചളി പുരണ്ടതും വൃത്തികേടായതുമായ പ്ലാസ്റ്റിക് ബാഗുകൾ കെട്ടിവെക്കരുതെന്നും അധികൃതർ അറിയിച്ചു. പ്ലാസ്റ്റിക് ബാഗുകളോടൊന്നിച്ച് മറ്റ് യാതൊരുവിധ വേസ്റ്റുകളോ മാലിന്യങ്ങളോ ഉണ്ടാകരുത്. ബിസ്ക്കറ്റ് കവറുകൾ സംഘം ശേഖരിക്കുന്നതുമല്ല. വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന വളണ്ടിയർമാർക്ക് ഒരു വീട്ടിൽ നിന്നും 10 രൂപ പ്രതിഫലമായി നൽകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റീസൈക്ലിംഗ് യൂണിറ്റിന് കൈമാറും. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി നിർവഹിച്ചു. ബിസ്ക്കറ്റ് ഒഴികെ മറ്റുള്ള പ്ലാസ്റ്റിക് ബാഗുകളെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി ശേഖരിച്ചുകൊണ്ട് ഒരു ബാഗിൽ നിങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വാർഡിലും 2 വളണ്ടിയർമാരെ വീതം വെച്ചുകൊണ്ട് അത് ശേഖരിച്ച് ഒരു കേന്ദ്രത്തിൽ എത്തിക്കുകയും അത് റീസൈക്കിൾ ചെയ്യുന്ന യൂണിറ്റിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ KP കൃഷ്ണൻ, P വസന്ത, PV വത്സല, സെക്രട്ടറി MV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചുമട്ടുതൊഴിലാളി CITU കാങ്കോൽ ഡിവിഷനിൽ K രാഘവന് യാത്രയയപ്പ് നൽകി. കാങ്കോൽ EMS മന്ദിരത്തിലായിരുന്നു ചടങ്ങ്. യാത്രയയപ്പ് സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ചെറുപ്പം മുതൽ പയ്യന്നൂർ ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള അന്നിലെ ചുമട്ടുതൊഴിലാളികളുടെ ജീവിത രീതിയും അവരുടെ ജോലിയും അവർക്ക് ലഭിച്ചു വന്നിരുന്ന തുച്ഛമായ കൂലിയും പകലത്തിനോട് പണിയെടുത്ത് ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് N അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി P ബിജു സ്വാഗതം ആശംസിച്ചു. M പ്രകാശൻ, KM ഷാജി, P ഉഷ, KP കണ്ണൻ, UV ശശീന്ദ്രൻ, K പങ്കജാക്ഷൻ, K ദാമോദരൻ, VV പത്മനാഭൻ, C രാജേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇതിഹാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് പൂരക്കളി മറത്തുകളി മഹോത്സവം ഡിസംബർ 3-4 തീയതികളിലായി പയ്യന്നൂരിൽ നടക്കും. ജീവകാരുണ്യ രംഗത്തെ ഇടപെടലുകൾക്കൊപ്പം പൈതൃക കലകളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പൂരക്കളി മറത്തുകളി സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് പയ്യന്നൂർ മമ്പലം ഭഗവതി ക്ഷേത്രം പൂരക്കളി കളരി സംഘത്തിന്റെ പൂരക്കളിയും കളരി അഭ്യാസ പ്രകടനവും നടക്കും.
തുടർന്ന് കൊഴുമൽ മാക്കിൽ മുണ്ടേക്കാവ് പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി അരങ്ങേറും. വൈകിട്ട് 3-ന് പാണപ്പുഴ പത്മനാഭൻ പണിക്കർ, RV നകുലൻ പണിക്കർ അണ്ടോൾ എന്നിവർ അവതരിപ്പിക്കുന്ന മറുത്തുകളി, 4:45-ന് കണ്ടോത്ത് കൂർബ ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി, തുടർന്ന് ബാബു പണിക്കർ അരയി, തമ്പാൻ പണിക്കർ കരിവെള്ളൂർ എന്നിവരുടെ മറുത്തുകളി അരങ്ങേറും. വൈകിട്ട് 7-ന് കെ ശിവകുമാർ നയിക്കുന്ന പയ്യന്നൂർ മഹാദേവ ഗ്രാമം കോൽക്കളി സംഘത്തിന്റെ ചരടുകുത്തി കോൽക്കളി നടക്കും. 4-ന് രാവിലെ 9:30-ന് ആലപ്പടമ്പ് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി പ്രദർശനം, 10:30-ന് രാജേഷ് പണിക്കർ അണ്ടോൾ, M രാജീവൻ പണിക്കർ കൊയ്യോങ്കര എന്നിവരുടെ മറുത്തുകളി, 11:30-ന് കുണിയൻ പറമ്പത്തറ ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി, 12:30-ന് ഡോക്ടർ CK നാരായണൻ പണിക്കർ, ഗോപാലകൃഷ്ണൻ പണിക്കർ മടിക്ക് എന്നിവരുടെ മറുത്തുകളി എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2-ന് VP ദാമോദരൻ പണിക്കറും കാഞ്ഞങ്ങാട് P ദാമോദരൻ പണിക്കറും നയിക്കുന്ന മറുത്തുകളി സംഘ സംവാദം നടക്കും. വൈകിട്ട് 5-ന് VP ദാമോദരൻ പണിക്കറെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. KP കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് 6 മണിക്ക് മടിക്കൈ ബാലകൃഷ്ണൻ പണിക്കർ, നാറക്കൽ മോഹനൻ പണിക്കർ എന്നിവർ അവതരിപ്പിക്കുന്ന യോഗിയാട്ടം, തുടർന്ന് C സന്തോഷിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ കലാസംഘത്തിന്റെ പുരുഷ വനിതാ കോൽക്കളി എന്നിവ അരങ്ങേറും. പിലാക്കൽ അശോകൻ, VV രവീന്ദ്രൻ നായനാർ, കമലാക്ഷൻ പണിക്കർ, പാണപ്പുഴ പത്മനാഭൻ പണിക്കർ, കൊയ്യോങ്കര ഭാസ്കരൻ പണിക്കർ, രാജൻ പണിക്കർ, കൃഷ്ണൻ പണിക്കർ, സുനിൽ അന്നൂർ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മേഖലാ പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. 1000-500 രൂപ നോട്ട് പിൻവലിച്ചതിലൂടെ സഹകരണ മേഖലയ്ക്കുണ്ടായ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജാഥ സംഘടിപ്പിച്ചത്. രാമന്തളിയിൽ നിന്നും CPM ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്ക് പയ്യന്നൂർ റൂറൽ ബാങ്ക് പരിസരത്ത് സ്വീകരണം നൽകി. V വിനോദ്, ജാഥ ലീഡർ P മുകുന്ദൻ, രമേശൻ, ഗോപി ഏഴോം, A ബാലകൃഷ്ണൻ, സുനിൽ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ഈ 50 ദിവസമല്ല 3 മാസം എടുത്താൽ പോലും തീരാത്തത്ര വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമ്പദ്ഘടനയും ദൈനംദിന ജീവിതത്തിനും ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. തൃക്കരിപ്പൂർ കൂലേരിമുണ്ട്യ നവീകരണ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ. മേൽക്കുര ചെമ്പടിക്കൽ, അഴിക്കൂട് പിച്ചളപ്പാകൽ എന്നീ പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. അടുത്ത വർഷം ഏപ്രിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് പ്രവൃത്തി. ശ്രീരാമൂല്യം കഴകത്തിന്റെ കീഴ്ഘടക ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളൊരു മുണ്ടിയാണ് ശ്രീ കൂലേരി മുണ്ട്യ. ഇന്ന് കാണുന്ന പള്ളിയറയ്ക്ക് ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയറ നവീകരിക്കണമെന്നത് ഭക്തജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. മഹാക്ഷേത്രങ്ങളിലെ പ്രവൃത്തികൾ ചെയ്ത് പരിചയസമ്പന്നരും പ്രശസ്തരായ പണിക്കന്മാരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. മേൽക്കൂരയ്ക്ക് ചെമ്പുപാകൽ തളിപ്പറമ്പിലെ രാജനും, പിച്ചള പുതിയുന്ന പ്രവൃത്തികൾ TP തമ്പാൻ, പ്രമോദ് അതിയടം എന്നിവരുടെ നേതൃത്വത്തിലാണ് നടന്നുവരുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പ്രവൃത്തികൾ 2017 ഏപ്രിൽ 8-9 തീയതികളിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവത്തോടെ പൂർത്തിയാകുന്നതായിരിക്കും. തുടർന്ന് 2 വർഷത്തിലൊരിക്കൽ നടന്നുവരാറുള്ള കളിയാട്ട മഹോത്സവം നടക്കുമെന്നും നവീകരണ കമ്മിറ്റി ചെയർമാൻ AP കുഞ്ഞിരാമൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കറൻസി പിൻവലിക്കലും പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. അത് മിക്ക രാജ്യങ്ങളിലും പ്രശ്നം തന്നെയാണ്. പക്ഷെ 3-ാം ലോക രാജ്യങ്ങളിൽ അവരുടെ ദേശീയ വരുമാനത്തിന്റെ 3 ഇരട്ടിയോളം കള്ളപ്പണം ഇടപാടുകളാണ് നടക്കുന്നത് എന്നുള്ള വിമർശനം ലോകബാങ്ക് പോലുള്ള സംഘടനകൾ മുമ്പേ ഉന്നയിച്ചു. നമ്മുടെ രാജ്യത്താണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കള്ളപ്പണത്തെ പറ്റിയുള്ള ആക്ഷേപങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് അത് വലിയ പ്രശ്നമായിട്ട് രാജ്യത്ത് ചർച്ച ചെയ്യുകയാണ്. 2012 ഗവൺമെന്റ് ഇത് സംബന്ധിച്ച ഒരു ധവളപത്രം ഇറക്കുകയുണ്ടായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ദേവരാജൻ വിഷയം അവതരിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജോസ് PJ, ജിഷ്ണു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചരിത്രപ്രസിദ്ധമായ കോക്കാക്കടവ് ബിളർ മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിലാദ് മെഹ്ഫിൽ ഡിസംബർ 2 മുതൽ 4 വരെ നടക്കും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി ഉർസ മജ്ലിസും ഹുബ്ബു റസൂൽ പ്രഭാഷണവും ദിഖർ സ്വലാത്ത് കൂട്ടപ്രാർത്ഥനാ മജ്ലിസും ഡിസംബർ 2 മുതൽ 4 വരെ നടക്കും. പ്രത്യേകം സജ്ജമാക്കുന്ന PK അബ്ദുറഹ്മാൻ ഹാജി നഗറിലാണ് പരിപാടികൾ നടക്കുക. ഡിസംബർ 2 വെള്ളിയാഴ്ച രാത്രി 7:30 മിലാദ് മെഹഫിലിന്റെ ഉദ്ഘാടനം സംഘാടക സമിതി ചെയർമാൻ PK ഫൈസലിന്റെ അധ്യക്ഷതയിൽ സഷീദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ അൽഹസരി നിർവഹിക്കും. തുടർന്ന് രാത്രി 8 മണിക്ക് ഇമാം ബംസൂരി ഫൗണ്ടേഷൻ തളിപ്പറമ്പ് അവതരിപ്പിക്കുന്ന ഉർസ മജ്ലിസും നടക്കും.
അബ്ദുസമദ് അമാനി പട്ടുവും നൌഫൽ അമാനി പട്ടുവും എന്നിവർ ഇതിന് നേതൃത്വം നൽകും. ഡിസംബർ 3 ശനിയാഴ്ച രാത്രി 7:30 സ്നേഹവസന്തമാണ് മുസ്തഫ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രമുഖ വാഗ്മിയും പണ്ഡിതനുമായ മുഹമ്മദ് യാസിൻ ജൗഹരി അൽ മദനി പ്രഭാഷണം നടത്തും. സമാപന ദിവസമായ ഡിസംബർ 4 രാത്രി 7:30 ഹുബ്റുസുൽ പ്രഭാഷണവും ദിഖർ സ്വലാത്ത് കൂട്ടുപ്രാർത്ഥനാ മജ്ലിസും പ്രമുഖ പണ്ഡിതനും വാഗ്മിയും സയ്യിദ് കുടുംബത്തിലെ അംഗവുമായ സയ്യിദ് ഹുബൂബുള്ള ബാഖവി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ PK ഫൈസൽ, കൺവീനർ MK ഇസ്മായിൽ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. തിയേറ്ററുകളിൽ ദേശീയഗാനം നിർബന്ധമാക്കണമെന്ന് സുപ്രീംകോടതി. പ്രേക്ഷക പ്രതികരണങ്ങൾ. തികച്ചും ആലോചിക്കാതെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ജനങ്ങളുടെ മൗലികാവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വേച്ഛാധിപത്യ നടപടിയാണ് ഇതുകൊണ്ട് നടപ്പിലാവാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല, ഇത് പ്രാവർത്തികമാക്കാൻ, ഇന്ത്യ രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ ഏറെ പ്രയാസങ്ങളുണ്ട്. ഏറ്റവും അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ദേശീയഗാനത്തെ ഓരോ ഭാരതീയനും എങ്ങനെയാണോ ഇന്ന് ആദരിക്കുന്നത്, ആ ആദരവ് ഇല്ലാതാക്കാനുള്ള ഭരണാധികാരികളുടെ ഒരു കുൽസിത ശ്രമമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദേശീയഗാനം ആലപിക്കുന്നത് നല്ല തുടക്കം തന്നെ, പക്ഷേ ആരും എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. ദേശീയഗാനം വേണ്ടത് തന്നെയാണ്, പക്ഷേ അതിനെ ആദരിക്കാനും എഴുന്നേറ്റ് നിൽക്കാനും ആൾക്കാർ തയ്യാറാകുമെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം ഈ വിധി ഇങ്ങനെ വന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് വരാൻ വേണ്ടി പോകുന്ന വിധി എന്ന് പറയുന്നത് എല്ലാവരും രാവിലെ ഉറങ്ങിയിട്ടുടനെ ദേശീയഗാനം തുടങ്ങി പല്ല് തേക്കണമെന്നാണ്. അല്ലെങ്കിൽ രാത്രി മുമ്പ് വീട്ടിൽ സന്ധ്യാസമയത്ത് ദീപം കൊളുത്തിന് പകരം ദേശീയഗാനം പാടുക എന്നുള്ളത്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കേണ്ട വല്ല ആവശ്യമില്ല. ഇപ്പം തന്നെ നമ്മുടെ ചില ആളുകൾ ഒഴികെ മറ്റെല്ലാം ഇന്ത്യയുടെ ദേശീയതയിൽ ആത്മാർത്ഥമായി കൂട്ടം കൊടുക്കുന്നവരാണ്. ഇന്ത്യൻ ദേശീയത പറഞ്ഞ ലോകത്തിന് മാതൃകയാണ്. സിനിമയുടെ അവസാനം ദേശീയഗാനം ആലാപനം ഇതൊക്കെ തന്നെ പണ്ടുണ്ടായിരുന്നു. പിന്നീട് അത് കാലക്രമേണ ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇല്ലാതായതിൻ്റെ പ്രധാന കാരണം സിനിമ കണ്ടതിന് ശേഷം ആളുകൾ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാകാതെ സിനിമാ ഹാളിൽ നിന്ന് വിട്ടുപോകുന്ന സ്ഥിതി വന്നപ്പോൾ ദേശീയഗാനത്തോടുള്ള ഒരു അനാദരവായി അത് മാറുന്നു എന്ന നില വന്നപ്പോഴാണ് ആ സംവിധാനം ഇല്ലാതായത്. ഇപ്പോൾ ഇത് വീണ്ടും എന്തിനു വരുന്നു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. ഇനി അറിയിപ്പുകൾ. കുഞ്ഞിമംഗലം പുറത്തെരുവത്ത് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ നാട്ടെഴുന്നള്ളത്ത് ഡിസംബർ 1 മുതൽ 8 വരെ നടക്കും. കറൻസി നോട്ട് നിരോധനം വ്യാപാര മേഖലയിൽ ഉണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 2 രാവിലെ 10 മണി മുതൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെപ്പ് സമരം നടത്തുന്നു. സമര വളണ്ടിയർമാർ കൃത്യസമയത്ത് ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരണമെന്ന് ഏരിയ സെക്രട്ടറി അറിയിച്ചു. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഉദയാസ്തമന പൂജ ഡിസംബർ 2 വെള്ളിയാഴ്ച നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവള്ളൂർ സമരത്തിന്റെ 70ാം വാർഷികാഘോഷത്തിന് ഉജ്ജ്വല തുടക്കം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നോട്ടു നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിനം. തിരക്കിൽ വീർപ്പുമുട്ടി ട്രഷറിയും ബാങ്കുകളും. ദുരിതമൊഴിയാതെ ജനങ്ങൾ. ചെറുവത്തൂർ BSNL ഓഫീസ് സാമൂഹ്യവിരുദ്ധർ അഗ്നിക്കിരയാക്കി.
70 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക നിഗമനം. സൂര്യ നാടകോത്സവത്തിന് കണ്ണപുരത്ത് തുടക്കമായി. കരിവള്ളൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം കളിയാട്ടമേൽപ്പിക്കൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.